നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി പഴന്തോട്ടത്തിൽ നിന്നും ഷാജി വിവിയുടേതാണ്. പരാതി എന്താണെന്ന് നോക്കാം. 2025-26 NMMS പരീക്ഷ എന്റെ മകൻ എഴുതിയിരുന്നു. ഈ പരീക്ഷയുടെ ഫലം 2026 ഏപ്രിൽ 29 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പരീക്ഷ 2 പേപ്പറുകളായിട്ടാണ് നടത്തുന്നത്, മാറ്റും സാറ്റും. എന്റെ മകന്റെ റിസൾട്ട് നോക്കിയപ്പോൾ മാറ്റിന്റെ മാർക്ക് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സാറ്റിന്റെ സ്ഥാനത്ത് ഇൻവാലിഡ് റോൾ നമ്പർ എന്നാണ് പറയുന്നത്. എന്റെ മകൻ പുത്തൻകുരിശ് MGM സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്നും പരീക്ഷാ ഭവനിൽ ഈ വിവരം കാണിച്ച് മെയിൽ അയക്കുകയുണ്ടായി. തുടർന്ന് പരീക്ഷാ ഭവന്റെ ലാൻഡ് നമ്പറിലേക്കും വിളിച്ചിരുന്നു. എന്നാൽ ഫോൺ എടുക്കുന്നില്ല. സ്കൂളിൽ നിന്നും അയച്ച ഇമെയിലിന് ഇതുവരെ മറുപടിയും ലഭിച്ചിട്ടില്ല. സാറ്റിന്റെ റിസൾട്ട് നോക്കുമ്പോൾ സൈറ്റിൽ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. പലരോടും ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ കുട്ടികളുടെ റിസൾട്ടിന്റെ സ്ഥാനത്തും ഇൻവാലിഡ് റോൾ നമ്പർ എന്നാണ് കാണിക്കുന്നത് എന്നാണ് അവരും പറയുന്നത്. ആയതിനാൽ ഈ സ്കോളർഷിപ്പിന്റെ ഫലം അറിയുന്നതിന് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 2025-26 NMMS പരീക്ഷയിലെ ഒരു പേപ്പറായ സാറ്റിന്റെ മാർക്ക് സൈറ്റിൽ നോക്കാൻ സാധിക്കുന്നില്ല എന്ന പരാതി നിയമവേദി തിരുവനന്തപുരം പരീക്ഷാ ഭവനിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ ലഭിച്ച മറുപടി പ്രകാരമാണ്. നിലവിൽ മാർക്കുകൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാവാം അങ്ങനെ സൈറ്റിൽ കാണിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ മാർക്കുകൾ ലഭ്യമാണ്. പരാതിക്കാരന് സൈറ്റിൽ കയറി മാർക്ക് പരിശോധിക്കാവുന്നതാണ് എന്നുമാണ് മറുപടി ലഭിച്ചത്. ഇക്കാര്യം നിയമവേദി പരാതിക്കാരനെ അറിയിച്ചിട്ടുണ്ട്. സൈറ്റിൽ കയറി പരാതിക്കാരൻ മാർക്ക് പരിശോധിച്ചിട്ടുണ്ടാവും എന്ന് നിയമവേദി കരുതുന്നു. ഇനി അടുത്ത പരാതി കൊച്ചി കടവന്ത്രയിൽ നിന്നും KV സൈമണിൻ്റെതാണ്. പരാതി നോക്കാം. ഞാനൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. 73 വയസ്സുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല. മരുന്നിനും മറ്റുമായി മാസം 3000 രൂപയോളം വേണം. എനിക്ക് ക്ഷേമ പെൻഷൻ 2023 7 മാസത്തെയും 2024 6 മാസത്തെയും 2025 2 മാസവുമായി 15 മാസത്തെ പെൻഷൻ ലഭിക്കാനുണ്ട്. ഈ പരാതി നിയമവേദിയിൽ ഇതിനു മുമ്പും ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. 2026 പെൻഷൻ ഇലക്ഷൻ പ്രമാണിച്ച് മുടക്കമില്ലാതെ കിട്ടിയിട്ടുമുണ്ട്. ആയതിനാൽ ഈ 15 മാസത്തെ പെൻഷൻ ലഭിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ? കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നില്ല എന്ന നിരവധി പരാതികൾക്ക് നിയമവേദി മറുപടി നൽകിയിട്ടുണ്ട്. നിലവിൽ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന മറുപടി 13 മാസത്തെ പെൻഷൻ ഇപ്പോൾ നൽകാനുണ്ട് എന്നതാണ്. ഈ മാസം ഒരു പെൻഷൻ തുക കൂടി നൽകും. 2025 മെയ് മാസത്തെ തുകയാണ് ഇപ്പോൾ നൽകുന്നത്. അതോടുകൂടി 12 മാസത്തെ പെൻഷനാണ് കൊടുക്കാനുണ്ടാവുക എന്നാണ് ലഭിച്ച മറുപടി. പരാതിക്കാരൻ ആധാർ നമ്പറോ പെൻഷൻ നമ്പറോ ഫോൺ നമ്പറോ ഒന്നും കത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനാൽ താങ്കൾക്ക് എത്ര മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട് എന്ന് നോക്കുവാൻ സാധിച്ചില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ സംബന്ധിച്ച് പൊതുവായി ലഭിച്ച മറുപടിയാണ് മുൻപേ സൂചിപ്പിച്ചത്. ഇനി മൂന്നാമത്തെ പരാതി ടിബിൻ പള്ളിപ്പുറത്തിൻ്റെതാണ്. നമുക്ക് പരാതി നോക്കാം. എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 6 മക്കളാണ്. 5 ആണും 1 പെണ്ണും. അച്ഛൻ വളരെ മുൻപേ മരണപ്പെട്ടു. അമ്മ 4 മാസം മുമ്പാണ് മരണപ്പെട്ടത്. ഞങ്ങൾ 6 മക്കൾക്കും കൂടി 10 സെന്റ് സ്ഥലം അമ്മയുടെ പേരിലുണ്ടായിരുന്നു. അമ്മയുടെ കാലശേഷം ഈ സ്ഥലം എനിക്കാണ് എന്ന് പറഞ്ഞ് വിൽപത്രം എഴുതുകയും അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആയതിനാൽ ഈ സ്ഥലത്തിന് കരമടച്ചു കിട്ടുന്നതിന് ഞാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ. അമ്മ നിങ്ങളുടെ പേരിൽ ഒരു വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളതിനാൽ ഈ സ്ഥലം നിങ്ങളുടെ പേരിലേക്ക് മാറ്റി കരമടക്കുന്നതിന്, അതായത് പോക്കുവരവ് നടത്തുന്നതിന് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല എന്ന് തന്നെ പറയാം. എങ്കിലും വില്ലേജ് ഓഫീസിൽ ഭൂമി നിങ്ങളുടെ പേരിലേക്ക് മാറ്റുമ്പോൾ വിൽപത്രം രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ കൂടി ചില നടപടിക്രമങ്ങളുണ്ട്. വില്ലേജ് ഓഫീസിൽ പോക്കുവരവിനായി അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷയോടൊപ്പം ആവശ്യമായ അനുബന്ധ രേഖകൾ കൂടി സമർപ്പിക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിന്റെ അസലിനോടൊപ്പം അതിന്റെ സർട്ടിഫൈഡ് കോപ്പി, അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ്, അമ്മയുടെ പേരിൽ നിലവിലുണ്ടായിരുന്ന ആധാരവും ഏറ്റവും ഒടുവിൽ ഒടുക്കിയ നികുതി റെസീറ്റും, ബന്ധം തെളിയിക്കുന്നതിനുള്ള ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ എന്നിവ ഹാജരാക്കേണ്ടതുണ്ട്. അമ്മയുടെ മരണശേഷം മറ്റു മക്കൾക്ക്, അതായത് നിങ്ങളുടെ മറ്റു സഹോദരങ്ങൾക്ക് ഈ വിൽപത്രത്തിന്മേൽ എന്തെങ്കിലും പരാതിയോ ആക്ഷേപമോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വില്ലേജ് ഓഫീസർ ഒരു നോട്ടീസ് നൽകുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യാറുണ്ട്. മറ്റു സഹോദരങ്ങൾക്ക് ഈ വിൽപത്രത്തിന്മേൽ എതിർപ്പുകളൊന്നുമില്ലെങ്കിൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാകും. വിൽപത്രം വ്യാജമാണെന്നോ അമ്മ മാനസികമായി സുഖമില്ലാതിരുന്നപ്പോഴാണ് അത് എഴുതിയതെന്നോ കാണിച്ച് മറ്റു സഹോദരങ്ങൾ പരാതിപ്പെട്ടാൽ അത് വില്ലേജ് ഓഫീസർക്ക് കരം മാറ്റി കൊടുക്കാൻ തടസ്സമുണ്ടാകും.
ചുരുക്കത്തിൽ മറ്റു സഹോദരങ്ങളുമായി തർക്കങ്ങൾ ഇല്ലെങ്കിൽ രേഖകളോടൊപ്പം അപേക്ഷ സമർപ്പിച്ച് നിങ്ങളുടെ പേരിലേക്ക് കരമടച്ചു തുടങ്ങാവുന്നതാണ്. അടുത്ത പരാതി ചെറായി കൈതവളപ്പിൽ നിന്നും KV സുന്ദരന്റേതാണ്. പരാതി നോക്കാം. ഞാൻ ഫയർഫോഴ്സിലും ഭാര്യ ICDS ഓഫീസറുമായി വിരമിച്ചവരാണ്. ഷുഗർ മൂലം എന്റെ കാൽമുട്ടിന് താഴെ മുറിച്ചു കളഞ്ഞു. ഭാര്യ ഒരു ഹൃദ്രോഗിയുമാണ്. ഞങ്ങൾക്ക് 2 മക്കളാണ്. അവരുടെ വിവാഹം കഴിഞ്ഞു. ഞാനും ഭാര്യയുമാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് പരസഹായമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ സാധിക്കില്ല. കൂടാതെ വീട്ടിൽ നിന്നും വാഹനത്തിൽ മാത്രമേ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകുവാനും സാധിക്കുകയുള്ളൂ. ഇത്രയും നാളും ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന പൊതുവഴിയിൽ വലിയ വാഹനങ്ങൾ വരുമായിരുന്നു. ഈ വഴിയുടെ ഒരു മതിൽ ഒരമ്പലത്തിന്റെ സൈഡിലൂടെയുള്ള വഴിയാണ്. എന്നാൽ ഇപ്പോൾ അമ്പലക്കാർ ആ വഴിയിൽ മതിൽ കെട്ടി പൊതുവഴി ചുരുക്കിയിരിക്കുകയാണ്. എന്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോ പോലും വരാത്ത അവസ്ഥയാണ്. ആയതിനാൽ ഈ പൊതുവഴി സൗകര്യപ്രദമായി ഉപയോഗിക്കുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷകൻ VC രാജേഷ്. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഈ പറഞ്ഞ വഴി ചോദ്യകർത്താവിന് അദ്ദേഹത്തിന്റെ ആധാരപ്രകാരം അവകാശത്തിൽ ഉള്ളതാണോ എന്ന് വ്യക്തമല്ല. ഇവിടെ അമ്പലക്കാർ ഇങ്ങനൊരു വഴി കയ്യേറുമ്പോൾ അപ്പോൾ തന്നെ ചോദ്യകർത്താവിന് നിയമപ്രകാരം ഈ സ്ഥലം ചെയ്യുന്ന സ്ഥലത്ത് സിവിൽ കോടതിയെ സമീപിക്കുവാനും ഒരു ഇൻജങ്ഷൻ ഉത്തരവിലൂടെ ആ പ്രവൃത്തി തടയുവാനും സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ ഘട്ടവും കഴിഞ്ഞുപോയി. ഇക്കാര്യത്തിൽ ഇനി ചെയ്യാനുള്ളത് പഞ്ചായത്തോ അല്ലെങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തോ അതിർത്തിയിലാണെങ്കിൽ അവിടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുകയും അമ്പലക്കാർക്ക് ഇത് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ, ഈ വഴി ആരുടെ ഉടമസ്ഥയിലാണ് എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇത് ഒരു പൊതുവഴിയാണെങ്കിൽ ആ പൊതുവഴി അടച്ചുകെട്ടിയ അമ്പലക്കാർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുവാനും തന്റെ ആധാരത്തിൽ ഇങ്ങനെ ഒരു വഴിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫിക്സേഷൻ ഓഫ് ബൗണ്ടറി, അതായത് അതിർത്തി പുനർനിർണയ ഹർജി ഫയൽ ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുവാനും തനിക്ക് നഷ്ടപ്പെട്ട വഴി നിയമപ്രകാരം അവകാശപ്പെട്ടതാണെങ്കിൽ അത് ലഭ്യമാക്കാനും സാധിക്കും. പക്ഷെ അതെല്ലാം സാധാരണഗതിയിൽ സമയം എടുക്കുന്ന നടപടിക്രമങ്ങളാണ്. ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് വിവരാവകാശ നിയമപ്രകാരം ആദ്യം അപേക്ഷ കൊടുക്കുകയും അമ്പലക്കാർക്ക് ഈ വഴി കയ്യേറാനുള്ള അവകാശം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം കോടതിയെ സമീപിക്കുന്നതായിരിക്കും അഭികാമ്യം. ഇനി ഇതൊരു പൊതുവഴിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വകാര്യ വഴി ആണെങ്കിൽ പോലും 12 വർഷം തുടർച്ചയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ഈസ്മെന്റ് അവകാശത്തിനും ചോദ്യകർത്താവിന് അവകാശമുണ്ട്. എന്നാൽ എത്ര കാലം ഉപയോഗിച്ചു എന്നും ഈ ചോദ്യത്തിൽ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമം ആദ്യം ഉപയോഗപ്പെടുത്തുകയും അതിനുശേഷം സിവിൽ കോടതിയെ സമീപിക്കുന്നതുമാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം. അടുത്ത പരാതി മുഹമ്മയിലുള്ള അംബിക കെയുടേതാണ്. പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിന്റെ 9ാം വാർഡിലാണ് താമസിക്കുന്നത്. എനിക്ക് PM കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള തുക 2018 മുതൽ മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ 21-22 ഗഡു എനിക്ക് കിട്ടിയിട്ടില്ല. തുടർന്ന് ആധാറിന്റെ സീഡിങ്ങും EKYC, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുന്ന സംബന്ധിച്ച് എല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. 21ാമത്തെ ഗഡു കിട്ടാതെ വന്നപ്പോൾ മുഹമ്മ കൃഷി ഭവനിൽ ഇക്കാര്യം ഞാൻ പറയുകയും ചെയ്തതാണ്. എന്നാൽ അപ്പോൾ സൈറ്റ് ലഭ്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. തുടർന്ന് അക്ഷയ കേന്ദ്രത്തിൽ പോയി ചെയ്യുവാനും അവർ ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ താമസിക്കുന്നത് മുഹമ്മയിലാണെങ്കിലും എന്റെ വസ്തു കിടക്കുന്നത് മണ്ണഞ്ചേരി പഞ്ചായത്തിലാണ്. ആയതിനാൽ അവിടുത്തെ കൃഷിഭവനിലും ഞാൻ ഇതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. എന്നാൽ യാതൊരുവിധ മറുപടിയും ലഭിക്കുന്നില്ല. എന്റെ 2 പ്രാവശ്യത്തെ ഗഡുക്കൾ കിട്ടുന്നതിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ടോ? PM കിസാൻ സമ്മാൻ നിധി തുക തുടർന്നും ലഭിക്കുന്നില്ല എന്ന പരാതി നിയമവേദി എറണാകുളം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ അവർ നൽകിയ വിവരങ്ങൾ ഇപ്രകാരമാണ്. 2025 ഡിസംബർ 24-ാം തീയതി പരാതിക്കാരിയുടെ EKYCയും മറ്റു വിവരങ്ങളും സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ 2025 ജൂലൈ മാസം മുതൽ അപ്ഡേറ്റ് നടന്ന ഒരു അക്കൗണ്ടിലേക്കും തുക പോയിട്ടില്ല. അതായത് അപ്ഡേഷൻ നടന്ന അക്കൗണ്ടുകൾക്ക് കേന്ദ്ര സർക്കാർ തുക നൽകിയിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന വിശദീകരണം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ വ്യക്തമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കൂ എന്നാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നിയമവേദിക്ക് നൽകിയ മറുപടി. ആയതിനാൽ പരാതിക്കാരി കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് നിയമവേദിക്ക് പറയാനുള്ളത്. അടുത്ത പരാതി സുലേഖ BV NA പാറക്കടവിൽ നിന്നാണ്. പരാതി എന്താണെന്ന് നോക്കാം.
ഞാൻ എറണാകുളം ജില്ലയിലെ പാറക്കടവ് ശിശുവികസന പദ്ധതിയുടെ ഓഫീസിന് കീഴിൽ പാറക്കടവ് 71 അങ്കനവാടിയിൽ സ്ഥിരം വർക്കറായി 23 വർഷത്തോളം ജോലി ചെയ്തു. 2023 ഏപ്രിൽ 30 വിരമിക്കുകയും ചെയ്തു. എനിക്ക് 2023 മെയ് മാസം മുതൽ 2024 ഏപ്രിൽ മാസം വരെയുള്ള പെൻഷൻ ലഭിച്ചിട്ടില്ല. ഇക്കാര്യങ്ങൾ കാണിച്ച് ഞാൻ പാറക്കടവിലെ ശിശുവികസന പദ്ധതി ഓഫീസിൽ അപേക്ഷയും നൽകിയിരുന്നു. തുടർന്ന് പാസ്ബുക്കിന്റെ കോപ്പി സഹിതം എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും എനിക്ക് ലഭിക്കാനുള്ള 1 വർഷത്തെ പെൻഷൻ ലഭിച്ചിട്ടില്ല. ആയതിനാൽ ഇത് ലഭിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 1 വർഷത്തെ അംഗനവാടി ക്ഷേമ പെൻഷൻ ലഭിക്കാനുണ്ട് എന്നാണ് ഈ കത്തിൽ പരാതിക്കാരി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യം നിയമവേദി തിരുവനന്തപുരം അംഗനവാടി ക്ഷേമനിധി ബോർഡിൽ അന്വേഷിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ്. പരാതിക്കാരി പറഞ്ഞതുപോലെ 1 വർഷത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ട്, എന്നാൽ അക്കാര്യം നിയമവേദി പറഞ്ഞപ്പോൾ മാത്രമാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് എന്നാണ്. പരാതിക്കാരി 2023 വിരമിച്ചെങ്കിലും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വ്യക്തതക്കുറവുകൾ പരിഹരിച്ച് രേഖകൾ നൽകിയത് 2025 ജനുവരി 18 അപേക്ഷ ചീഫ് ഓഫീസിൽ ലഭിച്ചത് 2025 ഏപ്രിൽ 28 2024 വിരമിച്ചവരുടെ അപേക്ഷകൾ ലഭിച്ച കൂട്ടത്തിലാണ് പരാതിക്കാരിയുടെ അപേക്ഷയും വന്നത്. ആയതിനാൽ 2024 വിരമിച്ചവരുടെ വിഭാഗത്തിലാണ് ഈ അപേക്ഷ ഉൾപ്പെട്ടത്. ഇത് സംബന്ധിച്ച പരാതിയും ലഭിച്ചിരുന്നില്ല. പാറക്കടവ് ശിശുവികസന ഓഫീസിലോ ജില്ലാ ഓഫീസിലോ പരാതി നൽകിയിരുന്നെങ്കിൽ ഇതിനോടകം പരിഹരിക്കപ്പെടുമായിരുന്നു. എന്തായാലും ഈ പരാതി ചീഫ് ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഉടനടി നടപടി സ്വീകരിക്കും. ആയതിന് 1 വർഷത്തെ പെൻഷൻ ലഭിക്കാനുണ്ട് എന്ന് കാണിച്ച് ഒരു അപേക്ഷ രേഖകൾ സഹിതം ഇമെയിലായോ നേരിട്ടായോ ചീഫ് ഓഫീസിന് അയക്കുക. എത്രയും പെട്ടെന്ന് പരിഹരിക്കാം എന്നാണ് അവർ നിയമവേദിയെ അറിയിച്ചിട്ടുള്ളത്. പരാതിക്കാരിയുടെ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് നിയമവേദി കരുതുന്നു. അടുത്ത പരാതി പുതുക്കാട് പഞ്ചായത്തിൽ നിന്നും ജോൺസന്റേതാണ്. പരാതി നോക്കാം. ഞാൻ പുതുക്കാട് പഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് താമസിക്കുന്നത്. എന്റെ പരാതി ഇപ്രകാരമാണ്. എന്റെ അടുത്ത വീട്ടിലെ ടെറസിന്റെ വെള്ളം 4 വർഷമായി എന്റെ വീട്ടിലേക്ക് വീഴുകയായിരുന്നു. പലതവണ ഇക്കാര്യം ആ വീട്ടുകാരോട് പറഞ്ഞിട്ടും അവർ നടപടിയൊന്നും എടുത്തില്ല. തുടർന്ന് പഞ്ചായത്തിൽ ഞാൻ പരാതി നൽകുകയും ചെയ്തു. പഞ്ചായത്ത് ഇടപെട്ട് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഉടലെടുത്തിരിക്കുകയാണ്. എന്റെ വീട്ടിൽ ഒരു കോഴിക്കൂടുണ്ട്. 2 തട്ടായിട്ടാണ് കോഴിക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളത്തിന്റെ പ്രശ്നമുണ്ടായ വീട്ടുകാരുടെ വീട്ടിൽ നിന്നും 4 മീറ്റർ ദൂരമാണ് എന്റെ കോഴിക്കൂടിനുള്ളത്. അതിന് പൊക്കം 4 അടിയും 5 ഇഞ്ചും വരും. ഇപ്പോൾ ആ വീട്ടുകാർ പരാതി പറയുന്നത് ഞങ്ങളുടെ കോഴിക്കൂട് പൊളിച്ചു കളയണമെന്നാണ്. അവർ പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. എനിക്കറിയേണ്ടത് ഞങ്ങളുടെ കോഴിക്കൂട് പൊളിച്ചു കളയുന്നതിന് ഹെൽത്തുകാർക്ക് അധികാരമുണ്ടോ? എന്റെ കോഴിക്കൂട് ഇരിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണ്. അവരുടെ വാതിലിരിക്കുന്നത് വടക്കോട്ടും. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. പൊളിക്കുന്നതിന് വേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആരെങ്കിലും വന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് പരാതി നൽകേണ്ടത്? ഈ പരാതിക്കുള്ള മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ്. ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് കോഴിക്കൂട് ആരോഗ്യ പ്രശ്നമോ പൊതുശല്യമോ ഉണ്ടാക്കുന്നു എന്ന് അയൽവാസി പഞ്ചായത്തിൽ പരാതി നൽകിയിരിക്കുകയാണ്. എന്നാൽ ഒരു കോഴിക്കൂട് ഉണ്ടെന്ന കാരണത്താൽ പഞ്ചായത്തിനോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോ ഉടനെത്തി അത് പൊളിച്ചു മാറ്റാനുള്ള അധികാരം സ്വതവേ ഉണ്ടാകില്ല. ആദ്യം ബന്ധപ്പെട്ട മേലധികാരികൾ സ്ഥലപരിശോധന നടത്തണം. യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നമോ ദുർഗന്ധമോ മലിനീകരണമോ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. തുടർന്ന് നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകി പരാതിക്കാരന് മറുപടി പറയാനുള്ള അവസരം നൽകണം. അതിനുശേഷമേ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആരെങ്കിലും നേരിട്ട് വന്ന് ഇപ്പോൾ തന്നെ ഇത് പൊളിക്കണം എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ടതില്ല. റിട്ടേൺ നോട്ടീസ് ആവശ്യപ്പെടുക. ഉത്തരവ് ഏത് നിയമപ്രകാരം ആണെന്ന് ചോദിക്കുക. പഞ്ചായത്തിൻ്റെ റിട്ടേൺ ഉത്തരവുകളില്ലാതെ ബലമായി പൊളിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയെയോ പോലീസ് സ്റ്റേഷനെയോ സമീപിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പരാതിക്കാരൻ ഒരു വികലാംഗനും അന്ധനുമായ വ്യക്തിയാണെന്നുള്ള കാര്യം അധികാരികൾ പരിഗണിക്കും എന്ന് വിചാരിക്കാം. ഇനി നിയമപരമായി അങ്ങനെ നോട്ടീസ് എന്തെങ്കിലും കിട്ടിയാൽ അത് നിങ്ങൾക്ക് ഹൈക്കോടതിയിലോ മറ്റു കോടതികളിലോ അന്യായം കൊടുക്കുകയോ റിട്ട് പെറ്റീഷൻ കൊടുക്കുകയോ അങ്ങനെ നിയമസഹായം ഉറപ്പാക്കുകയും ചെയ്യാം. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്നവർ നിർബന്ധമായും കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും
കത്തിൽ സൂചിപ്പിച്ചിരിക്കണം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കൃത്യമായി വെച്ചിരിക്കണം. പരാതിക്കാരുടെ പേരും വിലാസവും വെളിപ്പെടുത്തേണ്ടതില്ല എങ്കിൽ അക്കാര്യം കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കണം. ഒന്നുകൂടി പറയുന്നു, പരാതിയിൽ പരാതിക്കാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെച്ചിരിക്കണം. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.